ഖുർആനിന്റെ പഠനത്തിനും സന്ദേശത്തിനും എതിരെ നിന്ന ആ വിഭാഗം ആളുകൾ ഇന്ന് ഖുർആനിലേക്ക് മടങ്ങുമ്പോൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞ് നിലവിൽ വരികയും ഖുർആനിനും സുന്നത്തിനും വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു ജീവൽ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഒരു വലിയ ഘടകം ആ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി ഖുർആനിൽ കള്ളം പറയുകയും ഖുർആൻ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും സുന്നത്തിൽ കള്ളം പറയുകയും പ്രവാചകന്റെ വചനങ്ങളെ കൃത്രിമം കാണിക്കുകയും സത്യസന്ധമായ ഇസ്ലാമിക വീക്ഷണത്തിനെതിരെ ലോക സലഫി പണ്ഡിതന്മാരുടെ ഏറ്റവും വ്യക്തമായ ഒരു അർത്ഥത്തിലുള്ള ഇജ്മാഇനെതിരെ ഇന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ ചർച്ചാ വിഷയം ഖുർആനും സുന്നത്തുമല്ല. ചുംബനം ശരിയോ തെറ്റോ എന്നതാണ് ഇപ്പോൾ വിഷയം. മോഡി പറയുന്നതാണ് ശരിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനം എന്ന് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിക്കുകയും രൂപീകരിക്കുകയും ചെയ്തോ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നു കളഞ്ഞ് ഇന്ന് ഈ രാജ്യത്തെ ഏതൊരു വിഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ നിന്ന് കേൾക്കുന്ന പറയാൻ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ശരിയോ തെറ്റോ ആയ ആശയ സംഘർഷങ്ങളിലും പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലും നട്ടം തിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഈ ഒരു അവസരത്തിൽ ഈ അവസ്ഥയിൽ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നാം എവിടെയും മാറിപ്പോയിട്ടില്ല. നമ്മളൊരു വിഘടിത വിഭാഗമല്ല, നമ്മളൊരു ഗ്രൂപ്പല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ കേരളക്കരയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് മുതൽ KP മുഹമ്മദ് മൗലവി വരെയുള്ള ആ തലമുറയുടെ ത്യാഗോജ്ജലമായ ചരിത്രത്തിന്റെ ഏടുകളുമായി സഞ്ചരിക്കുന്ന വളരെ പഴക്കമുള്ള ഒരു 100 വർഷത്തെ പഴക്കമുള്ള കേരള നിബത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന്റെ അനുയായികളും വക്താക്കളുമാണ് നാം അതൊരു പുതിയ വിഭാഗമല്ല. ഏതെങ്കിലും ചീത്തപ്പേരുകൾ വിളിച്ചാക്ഷേപിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല. നമ്മളൊരു സംഘടനയല്ല, നമ്മളൊരു സംഘമല്ല, നമ്മളൊരു ഗ്രൂപ്പല്ല, നമ്മളൊരു പാർട്ടിയല്ല. നമ്മൾ കേരള നിബത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന KNMന്റെ പ്രവർത്തകന്മാരും അതിന്റെ അനുയായികളുമാണ്. ആ ബാനറിന്റെ കീഴിൽ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിലെ അതേ ലക്ഷ്യത്തിൽ ഒരിഞ്ച് പോലും പുറകോട്ടോ ഒരിഞ്ച് പോലും വ്യതിചലിച്ചോ പോകാതെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ ആദർശത്തെ കലിമ തൗഹീദിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഷഹാദയെ ഉയർത്തി ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. ആരെല്ലാം ഏതെല്ലാം ചീത്ത വാക്കുകളിൽ ആക്ഷേപിച്ചാൽ, ആരുടെയെല്ലാം പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നാലും എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരോടും ദീനിന്റെ പേരിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ അണിനിരന്നുകൊണ്ട് യാതൊരു ഭൗതിക ലക്ഷ്യങ്ങളുമില്ല. ഭൗതിക ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനത്തെ തകർത്തത് എന്ന് നിങ്ങൾക്കറിയാം. അത്തരം ഭൗതിക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ മങ്കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. പ്രവാചകനോട് വിശ്വാസികൾ പറയാൻ പറഞ്ഞ അതേ ആശയം മാത്രം, പരലോക വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതികമായ യാതൊരു താല്പര്യവുമില്ലാതെ ഇഖ്ലാസോടെ നിയ്യത്തോടെ ആത്മാർത്ഥമായി ഈ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹത്തായി നമ്മുടെ പൂർവികന്മാർ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ കൊടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിശക്തമായി മുമ്പോട്ട് മടിച്ചു നിൽക്കാതെ മാർച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. സർവശക്തനായ അല്ലാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിൽ അദീം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.